ഇത് എന്നെ ബാധിക്കില്ല. കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. നമസ്കാരം. ഇവനെ പോലുള്ളവരാണ് യഥാർത്ഥ കൂലംകുത്തികൾ. ഇവനൊക്കെ പൂത്ത പണം അടുക്കി വച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് വില കൂടിയാലും ഇവനൊന്നും ഒരു പ്രശ്നവുമില്ല. ജീവിക്കാൻ പാടുപെടുന്നത് സാധാരണക്കാരാണ്. ഇവന്റെ അഹങ്കാരത്തോടു കൂടി പറയുന്ന ഡയലോഗ് കേട്ടില്ലേ? കാശില്ലാത്തവൻ വണ്ടി ഓടിക്കേണ്ട, സൈക്കിളിൽ പോയാൽ മതിയെന്ന്. ഇവന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുന്നു ഇവന്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം ലക്ഷങ്ങൾ പെൻഷൻ കിട്ടുമെന്ന്. നിനക്കുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം. നീ ജാഗ്വാറിലും ബെൻസിലും ഓടിയിലും ഒക്കെ നടന്നു. പാവപ്പെട്ടവൻ അവന് തോന്നിയ കാറിൽ പൊയ്ക്കോളും, അവന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്. നീ ആരാ പറയാൻ സൈക്കിളിൽ പോകണമെന്ന്? അല്പൻ ഐശ്വര്യം വന്നപ്പോൾ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ കണ്ടു. യുദ്ധത്തിന്റെ മറവിൽ പെട്രോളിനും ഡീസലിനും വീണ്ടും വില കൂട്ടിയിരിക്കുകയാണ്. ഈ മാസം മാത്രം 1-2 തവണയല്ല 3 തവണയാണ് പെട്രോളിനും ഡീസലിനും CNGക്കും വില കൂട്ടിയത്. ശനിയാഴ്ച, അതായത് ഇന്നലെ, പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും കൂട്ടിയതോടെ മൊത്തം വില കൂട്ടിയത് 5 രൂപയായി. എണ്ണ വിപണന കമ്പനികൾ വൻ നഷ്ടം നേരിടുന്നുണ്ടെന്നും ഈ നഷ്ടം നികത്താൻ 10 രൂപ വരെ ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നുമാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അടിക്കടി 3 പ്രാവശ്യമാണ് വില കൂട്ടിയത്. ചെറിയ പൈസ ആയതുകൊണ്ടും ഒരുമിച്ചല്ലാത്തത് കൊണ്ടും അധികം ആരും ശ്രദ്ധിച്ചില്ല. ഈ മാസം 15-ാം തീയതി ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചു. തൊട്ടു പിന്നാലെ 19-ാം തീയതി ലിറ്ററിന് 90 പൈസയും ഇന്നലെ ലിറ്ററിന് 91 പൈസയും കൂട്ടി. ഇസ്രയേൽ അമേരിക്ക സഖ്യവും ഇറാനും തമ്മിലുള്ള സംഘർഷം ആഗോള എണ്ണ വിപണിയെ കലുഷിതമാക്കിയതുമാണ് വില കൂട്ടാൻ കാരണമായതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. മാത്രമല്ല, എണ്ണക്കടത്തിന് സുപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടച്ചതും ഗതാഗതം തടസ്സപ്പെട്ടതും വില വർദ്ധിക്കാൻ കാരണമായി അത്രേ. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 വരെ ഉയർന്നതിന് ശേഷം നിലവിൽ $100-105 നിലവാരത്തിലാണെന്നും പറയുന്നു. ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ പൊതുമേഖലാ കമ്പനികൾ കനത്ത നഷ്ടം നേരിടുന്നു അത്രേ. അതാണ് അവരുടെ ഭാഷ്യം. നിലവിലെ വില വർധനവിന് ശേഷവും ഡീസൽ ലിറ്ററിന് 25 മുതൽ 30 രൂപ വരെയും പെട്രോളിന് 10 മുതൽ 14 രൂപ വരെയും നഷ്ടമുണ്ടെന്നാണ് ഓയിൽ കമ്പനിക്കാർ അവകാശപ്പെടുന്നത്. എണ്ണ കമ്പനികളുടെ നഷ്ടത്തിന്റെ പകുതിയെങ്കിലും നികത്താൻ ലിറ്ററിന് 10 രൂപ വരെ ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരും. ഒറ്റയടിക്കല്ലാതെ വരും ആഴ്ചകളിൽ ചെറിയ തോതിൽ വില കൂട്ടാനാണ് സാധ്യത. ഇങ്ങനെ കൂട്ടി ജനത്തിന്റെ നിക്കറ് കീറി. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നതനുസരിച്ച് വരുമാനം കൂടുന്നില്ല. ഇപ്പോൾ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇന്ധനവില വർദ്ധിക്കുന്നത് കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കുമെന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. അതിനിടയിലാണ് ഇവനെ പോലുള്ളവൻ്റെ ഈ ഡയലോഗുകളും.